വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. 10 വർഷമായി ഒളിവിൽ കഴിഞ്ഞ തട്ടിപ്പ് വീരനെ പൊക്കി നിലമ്പൂർ പോലീസ്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കർണാടകയിലെത്തിയാണ് നിലമ്പൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ജനുവരിയിൽ നിലമ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 2ാം പ്രതിയായ രവി ബൻസാൽ എന്ന് പരാതിയിൽ പേരുള്ളയാളെയാണ് ദാവൺകരയിൽ നിന്നും പിടികൂടിയത്. ഇയാളുടെ യഥാർത്ഥ പേര് കടവിക്കൽ വീട്, കനാൽ വാർഡ്, ആലപ്പുഴ നോർത്തിലെ വിനോദ് വി ജോൺ എന്നാണെന്ന് പോലീസ് പറഞ്ഞു. ജോലി നൽകാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയെങ്കിലും ഇയാൾ പിടിയിലായതറിഞ്ഞ് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഈ രവി ബൻസാൽ എന്ന പേരിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെ നമ്മൾ ഇന്നലെ കർണാടകയിലെ ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അയാളുടെ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഇയാൾ 10 വർഷം മുന്നേ സമാനമായ ഒരു തട്ടിപ്പ് കേസ് നടത്തി നാട് വിട്ടൊരാളാണ്. 10 വർഷമായിട്ട് ഇയാൾ അബ്സ്കൗണ്ടിങ് ആണ്, മിസ്സിംഗ് ആണ്. ഇയാൾക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല. ഇയാളെ സ്ഥിരം മോഡസ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, അതുപോലെ ഇലക്ഷൻ ID കാർഡ്, പാൻ കാർഡ് ആരുടെയെങ്കിലും പേരിൽ ഫോർജറി വ്യാജമായി നിർമ്മിച്ച് അത് വെച്ചാണ് ഇയാൾ ഈ ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇയാളുടെ പേരിൽ എവിടെയും ഒരു സിം കാർഡോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇല്ല. ഇയാളുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പരിചയപ്പെടുന്ന ആളുകളെ സംസാരിച്ച് വീഴ്ത്താൻ ഭയങ്കര മിടുക്കനാണ്. സംസാരിച്ച് വീഴുന്ന ആളുടെ പേരിൽ അയാൾ ആദ്യം ഒരു സിം കാർഡ് എടുക്കും. അതുപോലെ തന്നെ ഈ സംസാരിച്ച് വീഴുന്ന ആളുടെ പേരിൽ മിക്കവാറും ഒരു ബാങ്ക് അക്കൗണ്ടും അയാൾ കൈക്കലാക്കും. ഈ ബാങ്ക് അക്കൗണ്ടും ഈ സിം കാർഡും വഴി ഇയാൾ പുതിയ ഇരകളെ കണ്ടെത്തും. അതുവഴി ഷിപ്പിൽ ജോലി നേടിക്കൊടുക്കാമെന്നും പറഞ്ഞ് കാശ് വാങ്ങി പറ്റിക്കുന്നൊരു മോഡസാണ്. പിന്നെ ഈ നമ്പറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വിളിക്കുമ്പോൾ ഇയാൾ ഈ സിം ഓഫ് ചെയ്യും, ഈ ഫോൺ കളയും. എന്നിട്ട് അയാൾ പുതിയ ഒരാളുടെ പേരിൽ പുതിയ ഫോണും പുതിയ സിമ്മും എടുക്കും. എന്നിട്ട് വീണ്ടും ഇതേ ഓപ്പറേഷൻ ചെയ്യും. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കൃത്യമായി ഇയാളെ അക്കൗണ്ട് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അടൂർ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതായിട്ട് അറിവുണ്ട്. പക്ഷേ ഇയാൾ കുറേ കാലമായിട്ട് ഉത്തരേന്ത്യയാണ് ഇയാളെ, എനിക്കൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇയാൾ സമാനമായ തട്ടിപ്പ് ഓൾ ഓവർ ഇന്ത്യ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഹൈദരാബാദ്, അതേപോലെ ഡൽഹിയിൽ നിന്നൊക്കെ ഇപ്പോൾ പരാതിക്കാരെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം. കൂടാതെ ഇയാൾക്ക് മറ്റൊരു മോഡസ് കൂടി ഉണ്ട്. അതായത് ഈ ഡേറ്റിംഗ് ആപ്പുകൾ, അതുപോലെ മാട്രിമോണിയൽ സൈറ്റ് ആപ്പുകളുണ്ട്. അതുവഴി സ്ത്രീകളെ പരിചയപ്പെട്ട് സ്ത്രീകളോട് വളരെ അടുപ്പം പുലർത്തി അവരുടെ സ്വർണവും പണവും വളരെ തന്ത്രപരമായിട്ട് കൈക്കലാക്കുന്ന ഒരു മോഡസും കൂടി ഉള്ള ആളാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇയാളുടെ തട്ടിപ്പിനിരയായവർ വിളിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. നിലവിൽ 25 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്ന് പരാതിയുണ്ട്. പരാതിക്കാരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഇയാളുടെ യഥാർത്ഥ അഡ്രസ്സിൽ ഇയാൾക്ക് രേഖകളൊന്നുമില്ലെന്നും കഴിഞ്ഞ 10 വർഷത്തോളമായി വീട്ടുകാർക്ക് ഇയാളെപ്പറ്റി ഒരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ വീട്ടുകാരുടെ വിചാരം ഞങ്ങൾ കസ്റ്റഡി എടുക്കുന്നവരെ ഇയാൾ അബ്സ്കൗണ്ടിങ് ആണെന്നാണ്. നമ്മളിപ്പോൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്, വീടെല്ലാം കണ്ടുപിടിച്ച് വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത വിവരം അറിയുമ്പോൾ ഇയാളുടെ പബ്ലിസിറ്റി വരുമ്പോൾ മിക്കവാറും ഇനിയും കൂടുതൽ കേസുകളും FIRകളും വരാൻ സാധ്യത കൂടുതലാണ്. അതായത് ഇയാളൊരു വൺ-മാൻ ആർമിയാണ്. ഇയാളുടെ കൂടെ മറ്റ് സ്കാമേഴ്സൊന്നുമില്ല. ഇയാൾ തനിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ. അത്യാവശ്യം എല്ലാ ലാംഗ്വേജും അറിയുന്ന, ഹിന്ദി, ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്ന, ടെക്നോളജിക്കലിയൊക്കെ അത്യാവശ്യം ഫോർവേഡായിട്ടുള്ള ഒരാളാണ്. ആൾ പേഴ്സണൽ കാര്യങ്ങൾ പറയാറുണ്ടോ? മാരീഡാണ്, പക്ഷേ അയാൾ സെപ്പറേറ്റഡ് ആണ്. ഇല്ല, ആലപ്പുഴക്കാരനാണ്. ഇയാളുടെ അഡ്രസ്സ് കടവിക്കൽ വീട്, കനാൽ വാർഡ്, ആലപ്പുഴ നോർത്ത്. ഇതാണ് ഇയാളുടെ യഥാർത്ഥ അഡ്രസ്സ്, മേൽവിലാസം. പക്ഷെ ആ മേൽവിലാസത്തിൽ ഇയാൾക്ക് യാതൊരു രേഖയും ഇല്ല. ആധാർ കാർഡ് എന്ന സംഭവം ഇയാൾ എടുത്തിട്ടില്ല. കാരണം 2014 മുതൽ ഇയാൾ ആ പ്രദേശത്ത് അബ്സ്കൗണ്ടിങ് ആണ്. അന്ന് തന്നെ ഒരു 30-40 ലക്ഷം രൂപയോളം ഇതുപോലെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി. അങ്ങനെ അയാൾ നാട് വിട്ട് പിന്നെ അയാൾ
ഉത്തരേന്ത്യയിലൊക്കെ പല ജോലികളും ചെയ്ത് അതിൻ്റെ ഇടയിൽ ഈ സ്കാമൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പം നമുക്ക് ഈ പരാതി വന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്. അല്ല ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തത് 1 ലക്ഷം രൂപ വാങ്ങിയതിൻ്റെ പേരിലാണ്. പക്ഷേ ഈ സ്ഥാപനം വഴി ഇയാൾ ഒരു 20-25 ലക്ഷത്തോളം രൂപ തട്ടിച്ചതായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേരുടെ മൊഴി കേസിലേക്ക് എടുത്തിട്ടുണ്ട്. FIR സ്റ്റേജിൽ 1 ലക്ഷം രൂപയുള്ളെങ്കിലും 25 ലക്ഷത്തോളം രൂപ നമ്മളെ ഈ കേസിലേക്ക് മാത്രം പറ്റിച്ചാണ്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ആളുകൾ തിരഞ്ഞു, ഇതൊക്കെ അതിൻ്റെ ആളുകളാണ്. കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിവിധ പേരുകളിൽ ഇയാൾ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൈകാര്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. വിദഗ്ധമായി ആളുകളെ പരിചയപ്പെട്ട് അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് ഫോൺ ഉപയോഗിക്കുകയും പിന്നീട് ഇത് ഉപേക്ഷിക്കുകയും വീണ്ടും മറ്റൊരാളെ പരിചയപ്പെട്ട് അയാളുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്നും ഒരു തരത്തിലും പിടിക്കപ്പെടാനുള്ള അവസരം നൽകാത്ത വിധം വിദഗ്ധമായാണ് ഇയാൾ തട്ടിപ്പുകൾ പ്ലാൻ ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. ഇതിനു പുറമെ ഡേറ്റിംഗ് ആപ്പ്, മാട്രിമോണിയൽ ആപ്പ് എന്നിവ വഴി സ്ത്രീകളെ പരിചയപ്പെട്ടും തട്ടിപ്പ് നടത്തുന്നതും ഇയാളുടെ പ്രവർത്തന രീതിയാണ്. കർണാടകയിൽ ഇയാളുണ്ടെന്നറിഞ്ഞ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ദാവൺഗരയിൽ നിന്നും ഉടുപ്പി ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ PT സൈഫുള്ള, അഭിലാഷ് വിപിൻ, മുഹമ്മദ് റാഫി, സുമിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.